എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആര്യന്റെ അടുത്ത് ഗോമതി എന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ കാരണമാണ് നിനക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. നീ പറ, എല്ലാ സത്യങ്ങളും നമുക്ക് തുറന്നു പറയാം, അച്ഛനോടും എല്ലാവരും തുറന്നു പറയാം. ഇനിയിപ്പൊ നീ ഈ ഭാരവും ചുമന്നുകൊണ്ട് നടക്കണ്ടെന്ന് പറയാം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, അമ്മ എന്ത് വർത്താനെ പറയണേ, എല്ലാവരുടെ മുന്നിൽ ഇപ്പൊ ഞാൻ കുറ്റക്കാരനായിട്ടിരിക്കുക. ഇനി അത് അങ്ങനെ തന്നെ നിന്നോട്ടെ, അതിനൊരു മാറ്റം വേണ്ടെന്ന് പറയാം. എന്നാലും മോനെ, ഞാൻ കാരണമല്ല നീ ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ തല കുണിച്ച് നിൽക്കേണ്ടി വരുന്നേ, എല്ലാവരുടെയും പഴി കേൾക്കേണ്ടി വരുന്നേ. എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നത് ശരിയാണോ? ഞാനൊരു പെറ്റമ്മയല്ലേന്ന് ചോദിക്കുക. എനിക്കറിയാം അമ്മയുടെ വിഷമം എന്താന്ന്, അതുകൊണ്ട് അമ്മ സങ്കടപ്പെടണ്ട കേട്ടോ, എനിക്ക് വിഷമമൊന്നുമില്ല. അല്ല മോനെ, മിത്ര നിന്നോട് എന്തെങ്കിലും സംസാരിക്കുമോ മറ്റോ ചെയ്തോ? എന്നോട് സംസാരിക്കാനൊന്നും വന്നില്ല, കാരണം ഞങ്ങൾ സ്നേഹിച്ചു കെട്ടിയതല്ലല്ലോ. അമ്മയുടെ ആഗ്രഹത്തിനൊത്തല്ല ഞങ്ങൾ വിവാഹം കഴിച്ചേ, അതുകൊണ്ട് അവൾ എന്നോട് സംസാരിക്കാൻ വന്നില്ല. അല്ല, അവൾ എവിടെയാ കിടക്കണേ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലമ്മേ. സ്നേഹിച്ച് കെട്ടിയവർക്കല്ല അങ്ങനെയൊക്കെ ഉള്ളൂ, ചിന്തകളൊക്കെ ഉള്ളൂ. ഞാനും അവളും ഇപ്പോഴും രണ്ടും രണ്ടു വഴിക്ക് തന്നെയാ. ആ പഴയ ശത്രുത ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒന്നായി തീരുമെന്നാണ് അമ്മയുടെ വിചാരം. അതൊന്നും നടക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസം ഇല്ലമ്മേ. കാരണം അമ്മയ്ക്കറിയാലോ, ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയായിട്ട് മിത്രനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതൊന്നും നടക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല. ഇത് കേട്ടതും ഗോമതിക്ക് വല്ലാത്ത സങ്കടമായി. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്നാൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. ഇങ്ങനെ ഒരു ജീവിതം മോന് വേണ്ട, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. അമ്മേ, ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എതിർത്തത്. പക്ഷെ അമ്മ എപ്പോഴതൊന്നും ഓർത്തില്ല. അമ്മയുടെ മനസ്സിൽ മിത്രയുടെ ജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിത്രനെ സേഫ് ആയിട്ടൊരു കൈകളിൽ എത്തിക്കുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാ അമ്മ ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കാനൊന്നും പോണ്ട കേട്ടോ. ആരോട് ഞാൻ എന്നാൾ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല. ആരും തൽക്കാലത്തിലേക്ക് കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് പറയാം. പിന്നീട് ഗോമതി സങ്കടപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാം. ഈ സമയം ബാലന്റെ ഉള്ളിൽ കൂടെ പലവിധ ചിന്തകളാ. ഇത്രയും കാലം താൻ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ട് വന്ന ആ സ്വപ്നങ്ങളും മോഹങ്ങളും ഒരു നിമിഷം കൂടെ തകർന്നു പോയേക്കുന്നേ. ആര്യൻ അവൻ ഇഷ്ടമുള്ള പെണ്ണെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. അവനെ പഠിപ്പിച്ച് കളക്ടർ ആക്കണമെന്നായിരുന്നു മോഹം. പിന്നീട് ബാലന്റെ ഉള്ളിൽ കൂടെ കടന്നു വരുന്ന മിത്ര അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നതാണ്. ആരും കൈ പിടിച്ച് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് വരുന്നത്, എല്ലാരും വെല്ലുവിളിക്കുന്നത്. ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സമാധാനം തരുന്ന പോലെ ബാലന് തോന്നി. ബാലൻ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഈ സമയത്ത് ഹാളിൽ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. ബാലൻ എഴുന്നേറ്റ് പുറത്തേക്ക് വരാൻ സമയത്ത് ഗോമതി വന്നിട്ട് വെച്ച്, ബാലേട്ട എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുക. പുറത്ത് നല്ല മഴക്കോളുണ്ട്, ഇപ്പൊ തന്നെ മഴ പെയ്യുമെന്ന് പറയാം. പക്ഷെ ബാലൻ അതൊന്നും കേട്ടില്ല. ബാലൻ നേരെ പുറത്തേക്ക് നടക്കുമ്പോഴത്തേനും മീനാക്ഷി എല്ലാരും കൂടെ വന്ന് ബാലനെ തടഞ്ഞു. അച്ഛൻ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പോ വരാം, നിങ്ങൾ കിടന്നോളാൻ പറയണ. അച്ഛൻ പറഞ്ഞിട്ട് പോകുന്നു പറയണ. പക്ഷെ അതൊന്നും കേൾക്കാൻ ബാലൻ കൂട്ടാക്കില്ല. നല്ല മഴ അങ്ങോട്ട് പെയ്തു. ബാലൻ ആ മഴയത്തേക്ക് അങ്ങോട്ട് നനഞ്ഞിറങ്ങുവാണ്. നനഞ്ഞിറങ്ങിയിട്ട് അങ്ങോട്ട് നടന്നു പോവാ. ഈ സമയം ഗോമതി ബാലിന്റെ പുറകെ പോയിട്ട് തുടങ്ങി കഴിയുമ്പോൾ ആകാശം ആനന്ദ് എല്ലാരും കൂടെ കയറി പിടിച്ചു. കാരണം അവർക്കറിയാം അച്ഛന്റെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. ആ വേദന ഉള്ളതുകൊണ്ടാണ് അച്ഛൻ ഇറങ്ങിപ്പോകുന്നത്. കുറച്ചൊരു മനസ്സ് സമാധാനമായി കഴിയുമ്പോൾ അച്ഛൻ മടങ്ങി വരും, ആ ഒരു ചിന്തയായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഈ സമയം ബാലനും കൂടെ നടക്കുവാണ്. എങ്ങോട്ടൊന്നില്ലാത്ത പോലെ നടക്കുക. പെരുത്ത മഴ ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു കാറ് വന്ന് ബാലിനെ ഇടിക്കാൻ തുടങ്ങുന്നുണ്ട്. കാരണം ബാലിനൊരു ബോധമില്ലാത്ത പോലെ നടക്കണേ. അങ്ങനെ നടന്ന് പിന്നെ ഒരു കടത്തിണ്ണയിലേക്ക് ചെല്ലുവാണ്. കടത്തിണ്ണ കയറിയിരുന്നു. അവിടെ കുറച്ച് സമയം കിടന്നു. അവിടെ കിടന്നുറങ്ങിയിട്ട് പിന്നെയും കുറച്ച് സമയം എഴുന്നേറ്റിരുന്നു. പിന്നെയും കുറെ ദൂരം അങ്ങ് നടക്കുവാണ്. അതിനുശേഷം വീണ്ടും അവിടെ തിണ്ണ കയറി കിടക്കുവാണ്. അങ്ങനെ ആ മഴയൊക്കെ നനഞ്ഞ് ആ കടത്തിണ്ണ ബാലൻ കിടക്കുവാണ്. ബാലൻ പക്ഷെ അവിടെ കിടക്കുന്നതിൻ്റെതായ ചിന്തകളൊന്നും അല്ലായിരുന്നു ബാലന്റെ മനസ്സിൽ. മിത്രയും ആര്യനും അവരുടെ വരവും പിന്നെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു ആകാശവും ആനന്ദും കൂടെ. അപ്പൊ ആകാശ് പറഞ്ഞു, എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചോ? എല്ലാം കലങ്ങി തെളിഞ്ഞു. രണ്ടു കുടുംബക്കാരും ഒന്നായെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ സമയം ആനന്ദോട്, ശരിയാ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, അച്ഛൻ എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല. ഈ സമയം ആനന്ദ് പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എങ്ങോട്ടാ പോയെന്ന്. ആകാശം പറഞ്ഞു, വേണ്ട, അച്ഛൻ പോയിട്ട് വരട്ടെ, അച്ഛന്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ അച്ഛൻ എങ്ങോട്ട് തിരികെ വരുമെന്ന് പറഞ്ഞ് അവര് വർത്താനം പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോഴ അലോകാണെങ്കിൽ പുറത്തേക്ക് വരുന്നേ. അലോക് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പം രാജേഷ് പുറത്ത് വന്നിട്ട് ചോദിച്ചു, നീ എങ്ങോട്ടാ അലോക് പോണേന്ന് ചോദിക്കുക. ഞാൻ ഇപ്പൊ വരാമേന്ന് പറയണം. നീ എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ അലോക് നിന്നില്ല. അലോക് നേരെ ഇറങ്ങി വരുന്നേ ദേവമംഗലത്തേക്കാ വരുന്നേ. ദേവമംഗലത്തേക്ക് വരുന്ന ആര്യനെ കണ്ട് വെല്ലുവിളിക്കാനായിട്ട് വരുന്നായിരുന്നു. അങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആകാശം ആനന്ദോ ആ കാഴ്ച കാണുന്നേ. നീ എങ്ങോട്ടാന്ന് ചോദിക്കണം. എടാ, ഇറങ്ങി വാടാ ആര്യ, ധൈര്യം ഉണ്ട്, നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, നിന്നെ നീ കൊല്ലൂടാന്ന് പറഞ്ഞ് കിടന്ന് വെല്ലുവിളിക്കണം. ഈ സമയം ആകാശം ആനന്ദം അവനെ കയറി പിടിച്ചു. പക്ഷെ പിടിയൊക്കെ വിടുവിച്ച് അവനെ അങ്ങോട്ട്
നേരെ ദേവമംഗലത്തേക്ക് കയറി ഓടാൻ തുടങ്ങുവാണ്. ആകാശ് പറഞ്ഞതേ മര്യാദയ്ക്കിരിക്കണം. നിങ്ങളെപ്പോലെ തന്നെ സങ്കടത്തിലാണ് ഞങ്ങളും ഇരിക്കുന്നത്. ഞങ്ങൾക്കും വേദനകളും വിഷമങ്ങളും ഉണ്ട്, അറിയാലോ. നിങ്ങൾക്ക് മാത്രമല്ല സങ്കടങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഉള്ളൊതുക്കി വെക്കുന്നില്ലേ. ഇപ്പൊ നിങ്ങളുടെ പെങ്ങൾ ഇവിടെയുണ്ട്. ആ ഒരു ചിന്തയെങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് പറയാം. ഇത് കേട്ടതും അവളെ ഞാൻ പെങ്ങളായിട്ട് ഇനി കരുതെന്ന് പോലും ഇല്ലെന്ന് പറയണം. അപ്പോഴാണ് ആരിനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. എന്താടാ ഒരു പ്രശ്നം എന്ന് പറയണം. ആകാശിനെ ആനന്ദിനെയൊക്കെ മാറ്റി വിടുക. ദേ നിനക്ക് എന്താ പ്രശ്നം? നീ എന്റെ അളിയനല്ലേ, നിന്റെ പ്രശ്നം എന്താന്ന് പറ. അളിയൻ പോലും ഇത് ഒരു അക്ഷരം മിണ്ടിപ്പോയേക്കല്ലെന്ന് പറയണം. നീ എന്താടാ പറഞ്ഞേ? പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഒന്നും തള്ളുവായി. ആര്യനും അലോവും കൂടെ ചേർന്ന് ഈ സമയം ആകാശും ആനന്ദും കൂടെ ചേർന്ന് മാറ്റി വിടുകയാണ്. ഒന്ന് മാറിപ്പോന്നും പറഞ്ഞിട്ട് അങ്ങനെ അലോകനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. ആര്യനോട് പറഞ്ഞു, നീ അകത്തേക്ക് കയറിപ്പോ, ഒന്ന് സമാധാനം താൻ്റെ ആര്യാന്ന് പറയണം. അങ്ങനെ ആര്യനെ അകത്തേക്ക് കയറി പോവാ. ഈ സമയം അലോക് എന്ത് ചെയ്യണം, നേരെ കൃഷ്ണമംഗലത്തേക്ക് കയറി വരുവാണ്. അലോകിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പം അനന്തനെ അച്യുതനെ എല്ലാരും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രാജേഷി പോയി. അങ്ങനെ അവര് വന്നിട്ട് ചോദിച്ചു, നീ എങ്ങോട്ടാ അലോകെ പോയെന്ന് ചോദിക്കാം. ഞാനീ പുറത്ത് വരെ ദേവമംഗലത്തേക്കാണെന്ന് ചോദിക്കും. നിന്നെ ആരെങ്കിലും തല്ലിയോടാന്ന് ചോദിക്കും. സത്യം പറ, ആരാ തല്ലിയെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം അലോക് ഒന്നും മിണ്ടിയില്ല. എനിക്ക് മനസ്സിലായി അവന്മാർ നിന്നെ തല്ലിയിട്ടുണ്ടല്ലേ. എടാ ഇങ്ങനെയൊന്നും അല്ല പ്രതികാരം ചെയ്യണ്ടേ, നമുക്ക് പ്രതികാരം ചെയ്യണമെന്ന് പറയാം. അച്യുതൻ ശരിയാ, എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം ഏട്ടാന്ന് പറയാം. ഇനിയിതിപ്പോ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. അത്രയും വലിയ ചതിയല്ല ചെയ്തിരിക്കുന്നേ. എന്നാലും ഇതെല്ലാം ബാലന്റെ കളികളാ. അവനാണ് അവന്മാരിങ്ങനെ ഇളക്കി വിടുന്നത്. അവൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായേക്കുന്നത്. ഒറ്റ ഓണത്തിൽ നമുക്ക് വെറുതെ വിടില്ലെന്ന് പറയാം. അച്ഛൻ പറഞ്ഞ ശരിയാ ഏട്ടൻ പറഞ്ഞ്. എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നൊക്കെ നമുക്കറിയാന്ന് പറയാം. ഈ സമയം മുത്തശ്ശി പറഞ്ഞേ വെറുതെ ഒരു വഴക്കിനും പ്രശ്നത്തിനൊന്നും പോവില്ലെന്ന് പറയണം. അല്ലോ പറഞ്ഞു, മുത്തശ്ശി എന്തറിഞ്ഞിട്ടേ പറയണേ. മനുഷ്യരുടെ മുന്നിൽ നാണം കിട്ടുന്ന നമ്മളാ. അത് മാത്രല്ല ഇപ്പോഴാണ്ടെ അവൾ അവിടെ ഒന്ന് താമസിക്കാനും തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോ എല്ലാവരുടെ നാട്ടുകാരുടെ മുന്നിൽ നമ്മളെ എങ്ങനെ നോക്കും. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അതെ ഇനി കൂടുതലൊന്നും പറയല്ല, നടക്കേണ്ട നടന്നു. ഇനിയിപ്പോ അതിന്റെ പേരിലൊരു വഴക്കോ പ്രശ്നങ്ങളോ പിണക്കങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്തൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഗോമതി ഇരുന്നേ. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബാലേട്ടൻ ഇതുവരെയായിട്ടും പോയിട്ട് വന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യും എനിക്കറിയില്ല ബാലേട്ടൻ എങ്ങോട്ടാ പോയെന്ന്. പെട്ടെന്ന് മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അമ്മ സങ്കടപ്പെടാതെ. അച്ഛന്റെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും മാറിക്കഴിയുമ്പം അച്ഛനും കൂടി തിരികെ വന്നോളും. അമ്മ അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. എന്നാലും എനിക്ക് എന്റെ മനസ്സിലെ വിഷമം എനിക്കതേ അറിയുള്ളൂ. ഇന്ന് വരെ ബാലേട്ടൻ ഇങ്ങനെ പെരുമാറിയിട്ടില്ല, ആദ്യമായിട്ടാണ്. അത് സാരില്ലമ്മേ, അച്ഛന് കുറച്ച് സമയം കൂടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ പോയി നോക്കാന്ന് ആനന്ദ് പറയാണ്. പിന്നീട് ഗോമതിയെ വിളിച്ചുകൊണ്ട് മീനാക്ഷി മുറിയിലേക്ക് പോവാണ്. മീനാക്ഷി എന്നിട്ട് പറഞ്ഞു, അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മ എപ്പോഴും കരഞ്ഞു ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ. അച്ഛനോ വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയാൽ അതോടുകൂടി തീർന്നു പറയണം. എന്നാലും മോളെ ഞാൻ എങ്ങനെ സഹിക്കും? ആരുടെ ജീവിതം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവന് എങ്ങനെയായി തീരും, എന്തായി തീരും? അവനും പ്രതീക്ഷയോട് കൂടിയിട്ടല്ലേ ഇരുന്നത്. അവന്റെ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിയോ ഞാൻ. മീനാക്ഷി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്മയായിട്ടൊരു തീരുമാനം എടുത്താ അമ്മ അത് നടപ്പിലാക്കുകയും ചെയ്തു. കല്യാണവും കഴിഞ്ഞു. ഇനിയിപ്പം വരുന്നതിന്റെ ബാക്കി നോക്കണം. അല്ലാതെ ഇനിയിപ്പം അമ്മ അതോർത്ത് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. എന്നാലും ഞാൻ ഇത്രയും വലിയ തെറ്റാണല്ലോ ബാലേട്ടനോട് ചെയ്തേ. ബാലേട്ടൻ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചതി ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. ഒരു വാക്ക് പോലും ഞാൻ ചോദിച്ചില്ല. മീനാക്ഷി പറഞ്ഞു, ഇപ്പോഴാണ് അമ്മ അച്ഛനോട് ചോദിക്കുന്ന കാര്യമൊക്കെ ആലോചിക്കുന്നത്. അച്ഛൻ വിളിച്ചല്ലായിരുന്നോ? അമ്മ പറഞ്ഞില്ലല്ലോ. അതൊക്കെ നേരത്തെ ആലോചിക്കേണ്ട കാര്യങ്ങളാ. കല്യാണവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം. ഈ സമയത്ത് ആകാശം അങ്ങോട്ട് വന്നു. എന്താ വലിയ ഇവര് സംസാരിക്കുന്നേ? ഗുരുവായൂർ പോയിട്ട് വന്നതിന് ശേഷം രണ്ടുപേർക്കും കുറെ സ്വകാര്യം പറച്ചിൽ കൂടുതലുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്നാണ് ഗോമതി ആകാശനെ കണ്ടേ. മീനാക്ഷി അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോ ആകാശം എന്താ രണ്ടുപേരും കൂടെ ഒരു സംസാരം? എന്തോ കാര്യമായിട്ട് ഗൂഢാലോചനയാണല്ലോ. ഞാൻ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു പറയണേ. ഒന്നുമില്ല, ഒരു കാര്യമില്ലെന്ന് പറയാം. എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കുകയാണ്. മീനാക്ഷിയുടെ മുഖത്തുണ്ടല്ലോ ഒരു പരിഭ്രമം. എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല. ആകാശൻ ഇങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ ആകാശനെ വിളിച്ചോണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാം. മീനാക്ഷി, സത്യം പറ, നീ എന്നെ എന്തെന്ന് ഒളിപ്പിക്കണേന്ന് ചോദിക്കുക. ഗുരുവായൂർ പോയിന് വന്നതിന് ശേഷം നിന്റെ മുഖത്തെ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ അമ്മ ഞങ്ങളിൽ നിന്ന് എന്തേലും മറച്ചു വെക്കുന്നുണ്ടെന്ന് ചോദിക്കും. എന്ത് മറച്ചു വെക്കാനായിട്ട്? ഞാനൊന്നും മറച്ചു വെക്കുന്നില്ലെന്ന് പറയും. ഇതേ കള്ളത്തരം പറയരുത്. അപ്പൊ ഞാൻ എന്തോ കള്ളത്തരം പറയണല്ലേ? ഞാനെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുക അല്ലേ? അങ്ങനെയല്ലേ? മീനാക്ഷി അങ്ങോട്ട് തട്ടിക്കയറാൻ തീരുമാനിച്ചു. ഇത്രയും കാലമായിട്ട് ആകാശന്റെ അടുത്തുനിന്ന് ഞാൻ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇത്ര സ്നേഹം എന്നോടുള്ളൂ. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണേ. സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോന്ന് ചോദിക്കുക. അതെ, നീ എന്തിനാ എന്നോട് ഇങ്ങനെ പറയണേ? ഇങ്ങനെ പറയാതെ പിന്നെ എന്നെ സംശയം ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണേ? എന്നെ പറഞ്ഞാൽ മതി. ഞാൻ ആകാശനെ കുറിച്ച് ഇത്രയൊന്നും വിചാരിച്ചില്ല. ഇത്രമാത്രം സംശയിക്കാൻ പാകത്തിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്ന് ചോദിക്കുക.
എന്റെ പൊന്നു മീനാക്ഷി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്ന് പറയാണ്. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്തെന്നറിയോ? ആരും അവനെക്കുറിച്ചൊന്നും ആലോചിച്ച് നോക്കി. അച്ഛൻ അവനെക്കുറിച്ച് നല്ല പ്രതീക്ഷയിലായിരുന്നു. പഠിപ്പിക്കണം, കളക്ടർ ആകണം, ഒരു ജോലി വാങ്ങണം, അങ്ങനെ നൂറ് നൂറ് സ്വപ്നങ്ങളായിരുന്നു. എന്റെ ജീവിതം എങ്ങനെയായിപ്പോയി. അവനെങ്കിലും പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം എന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. പക്ഷെ അവൻ കണ്ടില്ലേ, കാണിച്ച കണ്ടില്ലേ, അവന് എടുത്തടിച്ച പോലെ തീരുമാനം എടുത്ത് കണ്ടില്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, ഇതെല്ലാം അമ്മയുടെ തീരുമാനങ്ങളല്ലായിരുന്നു എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും പെട്ടെന്ന് ആകാശ് തിരിഞ്ഞിട്ട് വെച്ചു, അമ്മയുടെ തീരുമാനം എന്താ? അമ്മയാണോ അവരെ രണ്ടുപേരും ഒന്നിപ്പിച്ച് അവരുടെ കല്യാണം നടത്തി അമ്മയാണോ എന്ന് ചോദിക്കുവാണ്. പറഞ്ഞ അബദ്ധമായി പോയാലെന്ന് ഓർത്തോണ്ട് എന്ത് മറുപടി പറയാമെന്ന് അറിയില്ലാതെ മീനാക്ഷി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.